ഹലോ, ആ ഇത് സ്നേഹനിധിയിലെ അൽഫോൺസ മദർ അല്ലേ? അതേലോ. ഞാൻ ആതിര, ഓർമ്മയുണ്ടാ? ഇല്ല, അല്ല, ഓർക്കുന്നില്ലല്ലോ അങ്ങനെ. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നയോമിക എന്ന് പറയുന്ന ഒരു മോളെ ഏറ്റെടുക്കാൻ വന്നതേനു. ആ ഇപ്പൊ ഓർമ്മയുണ്ടാ? ആ ഇപ്പൊ ഓർക്കുന്നുണ്ട്. ആ, ഉം. പിന്നെ എന്തുണ്ട് മോക്ക് വിശേഷം? മോക്ക് സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. ആ ആ, ആ ഉം. പിന്നെ ഞാനിപ്പോ വിളിച്ചേ ഒരു ആ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടേനു മദറിനോട്. എന്താണ്? മോക്ക് മുമ്പ് ശ്വാസം മുട്ടലിന്റെ അസുഖം എങ്ങാനും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആ, ഞങ്ങളിപ്പോ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയ സമയത്ത് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്നിട്ട് പോയതാ. ആ അപ്പൊ അപ്പൊ പറയുന്ന 6 മാസത്തില് ആ ചെറിയ പ്രായം മുതലേ ശ്വാസം മുട്ടലുള്ള കുട്ടിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ചോദിച്ചേ മദറിനോട്. അത് അല്ല, 6 മാസം മുതലേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന മോളല്ലേ. ഒരു കുഴപ്പമില്ലായിരുന്നു. ആശുപത്രിയിലൊന്നും കൊണ്ടുപോകുക, വേറെ ഒരു വിശേഷമൊന്നുമില്ല, വരുവോ ശ്വാസമുട്ടലൊന്നും ഇല്ലായിരുന്നു. ഇല്ല അല്ലേ? പിന്നെ ഇപ്പൊ എന്താ അങ്ങനെ വന്നത്? അറിയില്ല, അതാ മദറിനൊന്ന് വിളിച്ചു നോക്കിയേ. അതെയോ? ആ, ഇവിടുന്ന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആ, 6 മാസം മുതലേ നോക്കിക്കൊണ്ടിരുന്നല്ലേ, ആ, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആ. എന്നാ പിന്നെ ശരി. മോള് എന്നാ മോള് എന്നെ എടുക്കുന്നെ? മോള് ഇവിടെ ഉണ്ട്. അന്വേഷിച്ചായിട്ട് പറയണം കേട്ടോ. ആ, പറയാ. എന്നാ ആയിക്കോട്ടെ. എന്നാ ഓക്കെ. ശരി. ശരി ശരി. മഞ്ജു പറഞ്ഞതും മദർ പറഞ്ഞതും കൂട്ടി വായിക്കുമ്പോൾ ഞാൻ എന്നാ മനസ്സിലാക്കണ്ടേ? എന്നെ കൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യോല്? അഥവാ ഇപ്പം അതുപോലെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് എനക്കും ഇല്ലേ? ഞാനല്ലേ ആ മോളെ ഏറ്റെടുക്കാൻ വേണ്ടി മുന്നിൽ നിന്നത്? അങ്ങനെ ചെയ്യുമോ? ഇനിയിപ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അതെനിക്ക് തെളിയിക്കണം.